ഞാൻ ആ കോഡിനെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ പോവാ. ഔട്ടർ ഫോർ ലൂപ്പ് പുറത്തിട്ടു നമ്മൾ. ഓക്കെ, ഇവിടെ ആ പ്രോബ്ലത്തിൽ ഈ ഫോർ ലൂപ്പ് ഇവിടുന്നാണ് തുടങ്ങുന്നത്. അതായത് ഈ ഫോർ ലൂപ്പ് ഫുള്ള് കഴിഞ്ഞിട്ടാണ് അടുത്ത ഫോർ ലൂപ്പ് തുടങ്ങുന്നത്. നമ്മൾ ആ ഫോർ ലൂപ്പിന്റെ ഉള്ളിലാക്കി. ഇതിപ്പം ഇത്രയും സംഭവങ്ങൾ ഔട്ടർ ഫോർ ലൂപ്പിന്റെ ഉള്ളിലാണ്. ഓക്കെ, ഇത്രയും ഇവിടുന്ന് ഇവിടം വരെ ഔട്ടർ ഫോർ ലൂപ്പിനുള്ളിലാണ്. ഇവിടെ വേറൊരു ഫോർ ലൂപ്പ് ഉണ്ട്. ഈ ഫോർ ലൂപ്പ് ഇങ്ങനെ കറങ്ങുന്നു. ഓക്കെ, ഈ മറ്റേ ഔട്ടർ ഫോർ ലൂപ്പ് ഇങ്ങനെ കറങ്ങുന്നു. ഓക്കെ ആണല്ലോ? യെസ്. ഈ കോഡ് അടിച്ചോ? പൈത്തൺ ട്യൂട്ടറിൽ അടിച്ചോ? യെസ്. ഇന്നലെ എഴുതിയിട്ടുള്ള കോഡ് എടുത്ത് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഔട്ടർ അകത്തുള്ള സീരിയൽ ലൂപ്പ് എടുത്ത് അകത്തോട്ട് ഇട്ടാൽ മതി. വേറെ ഒന്നുമില്ല. ആ ഡാഷും അകത്തോട്ട് ഇടണം. കഴിഞ്ഞെങ്കിൽ രസം അടിച്ചേ. കഴിഞ്ഞോ? ഇട്ടോ? ഞാൻ മുന്നോട്ട് പോയിക്കോട്ടെ. ഓക്കെ, ഹരീഷ് കഴിഞ്ഞു അല്ലേ? ബാക്കിയുള്ളൊരു ഫസ്റ്റ് ആയിട്ട് ചെയ്തേ. ഹരീഷേ, ഈ ലൈൻ എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു? ഈ ലൈൻ എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും? 5 പ്രാവശ്യം. ഒരു പ്രാവശ്യം. ഓക്കെ, ഈ ലൈനോ? അത് 5 പ്രാവശ്യം. 5 എന്ന് പറയരുത്, എന്നിനെ ബേസ് ചെയ്ത് പറയണം. n ടൈംസ്. ഓക്കെ, n ടൈംസ്. ഇതോ? അതും n ടൈംസ്. ഇതോ? n ടൈംസ്. n അല്ല. അതായത് ഇന്നർ ഫോർ ലൂപ്പ് ഇവിടത്തെ ഓരോ ഐക്കും, ഈ ഐ 1 മുതൽ, ഈ ഐയുടെ വാല്യൂ ഇവിടുന്ന് ഇവിടം വരെ വരാൻ പോകുന്നത് 1 മുതൽ 5 വരെ വരും അല്ലേ? ഇവിടുത്തെ ഓരോ ഐക്കും ഇന്നർ ഫോർ ലൂപ്പ് ഫുൾ എക്സിക്യൂട്ട് ചെയ്യും. അപ്പം ഐ 1 ആവുമ്പോൾ ജെ 1 മുതൽ എവിടം വരെ പോകും? 1 മുതൽ n വരെ, അതായത് 5 വരെ പോകും. അതുണ്ടോ? ഇതുണ്ടോ? അവിടെ ഐ 1 ആവുമ്പോൾ ജെ 1 മുതൽ 5 വരെ പോകുന്നുണ്ടോ? കണ്ടോ? ഓരോ കറക്കത്തിലും ജെ പ്രിന്റ് എടുപ്പിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഇത് ഐ 1 ആവുമ്പോൾ ജെ n തവണ കറങ്ങും. ഐ 2 ആവുമ്പോഴും ജെ n തവണ കറങ്ങും. ഐ 3 ആവുമ്പോഴും ജെ n തവണ കറങ്ങും. ഐ 5 ആവുമ്പോഴും ജെ n തവണ. അപ്പൊ ഇവിടെ എത്ര പ്രാവശ്യം ഇവിടെ ചെയ്യുന്നത്? ഓരോന്നിനും n തവണ. n ടൈംസ് n എന്ന് പറഞ്ഞാൽ എന്താ? n സ്ക്വയർ അല്ലേ? അപ്പൊ ഇത് n സ്ക്വയർ ആണ് കേട്ടോ. ഇത് n സ്ക്വയർ ആണ്. ഓക്കെ, ഇതോ? സ്ക്വയർ. അത് n സ്ക്വയർ തന്നെ. കാരണം കണ്ടോ, ജെ എന്ന് പറഞ്ഞ സാധനം പ്രിന്റ് എടുപ്പിച്ചേക്കില്ലേ? എത്ര പ്രാവശ്യം പ്രിന്റ് എടുപ്പിച്ചേക്കുന്നു? 5 × 5 25 തവണ പ്രിന്റ് എടുപ്പിച്ചേക്കുന്നുണ്ടോ? 25 തവണ അത് പ്രിന്റ് അടിച്ചിട്ടുണ്ട്. 5 × 5, അതായത് n × n. അപ്പൊ അത് എത്രയാ? അത് n സ്ക്വയറാ. ഓക്കെ, ഈ ലൈനോ? ഈ ഡാഷ് എത്ര പ്രാവശ്യം പ്രിന്റ് എടുപ്പിച്ചിട്ട് നോക്കും? 1 2 3 4 5. അതിന്റെ അർത്ഥം എന്താ? എത്ര തവണ അത് അടിച്ചിട്ടുണ്ട്? ഈ ഔട്ടർ ഫോർ ലൂപ്പ് n ടൈംസ്. ഔട്ടർ ഫോർ ലൂപ്പ് എത്ര തവണ ഓടുന്നോ അത്രയും തവണ ഡാഷ് അടിക്കുന്നുണ്ട് അല്ലേ? അതായത് ഈ ഐ 1 മുതൽ 5 വരെ പോകുന്നു. ഐ 1 ആകുമ്പോൾ ഡാഷ് ഒന്ന് അടിക്കും. ഐ 2 ആകുമ്പോൾ ഡാഷ് ഒന്ന് അടിക്കും. ഐ 3 ആകുമ്പോൾ ഡാഷ് ഒന്ന് അടിക്കും. ഐ 4 ആകുമ്പോൾ ഡാഷ്. ഐ 5 ആകുമ്പോൾ ഡാഷ്. അപ്പൊ ഇത് n ടൈംസ്. ഈ പ്രോബ്ലത്തിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ കൂട്ടണം. ഏത്? n സ്ക്വയർ പ്ലസ് n എത്ര പ്രാവശ്യം, അതെല്ലാം കൂടെ കൂട്ടി എഴുതണം. എത്രയടാ? 2n സ്ക്വയർ അല്ലെ? 2n സ്ക്വയർ പ്ലസ് n എത്ര ഉണ്ട്? 1 2 3 3n അല്ലേ? ശരിയല്ലേ? 3n അല്ലടാ. 2n സ്ക്വയർ പ്ലസ് 3n പ്ലസ് ഈ 1 കോൺസ്റ്റന്റ് 1. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. നമ്മൾ ടൈം കോംപ്ലക്സിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഒരു പോളിനോമിയൽ ഉണ്ടാക്കി അല്ലെ? ഒരു ആൽജിബ്രിക്കലി നമ്മൾ ഒരു എക്സ്പ്രഷൻ ആയിട്ട് ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ലോ ഓർഡർ ടേംസ് എല്ലാം കട്ട് ചെയ്ത് കളയും. ലോ ഓർഡർ ടേംസ് ഒന്നും നമ്മൾ നോക്കത്തില്ല. ഹയർ ഓർഡർ ടേമിന്റെ ലീഡിങ് കോൺസ്റ്റന്റും കട്ട് ചെയ്ത് കളയും. ഹയർ ഓർഡർ ടേം മുഴുവൻ കട്ട് ചെയ്ത് കളയത്തില്ല, ലീഡിങ് കോൺസ്റ്റന്റ് കട്ട് ചെയ്ത് കളയും. അതായത് 2 പോയി. ഇനി ബാക്കി എത്രയുണ്ട്? n സ്ക്വയർ. അതാണ് ഈ പ്രോഗ്രാമിന്റെ ടൈം കോംപ്ലക്സിറ്റി. അപ്പൊ നമ്മൾ എഴുതുന്നത് എങ്ങനെയാ? ബിഗ് O ഓഫ് n സ്ക്വയർ. ഐഡിയ കിട്ടിയോ? കിട്ടിയെങ്കിൽ മനസ്സിലായെങ്കിൽ റിസൾട്ട് ചെയ്യേ.
big of n square. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ചോദിക്കൂ. മുന്നോട്ട് വരുമ്പം കമ്പനികളിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവർ പറയുന്ന ഒപ്റ്റിമം കോംപ്ലക്സിറ്റിയിൽ നമ്മൾ പ്രിന്റ് എടുപ്പിക്കേണ്ടി വരും. ചിലപ്പോൾ n ആയിരിക്കും, n log n ആയിരിക്കും, n സ്ക്വയർ ആയിരിക്കും. അവർ പറയുന്ന പോലെ നമ്മൾ അടുപ്പിക്കേണ്ടി വരും. അതായത് അത്രയ്ക്ക് ഒപ്റ്റിമം അൽഗോരിതം നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും കേട്ടോ. എല്ലാവരും സെറ്റ് ആയെങ്കിൽ ഒരു എസ് അടിച്ചാൽ മുന്നോട്ട് പോവാം. ഇതെല്ലാവരും ചെയ്ത് നോക്കി സംഭവത്തിന്റെ വർക്കിംഗ് ഒക്കെ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആ പൈത്തൺ ട്യൂട്ടറിലാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നെക്സ്റ്റ് അടിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ വർക്ക് അതെങ്ങനെയാ പ്രിന്റ് അടിക്കുന്നതെന്ന് കാണാൻ പറ്റും. ഓരോ ജെയുടെ വാല്യൂ മാറുന്നത് കാണാൻ പറ്റും, ഐ മാറുന്നത് കാണാൻ പറ്റും, ഓക്കെ, ജെ മാറുന്നത് എല്ലാം കാണാൻ പറ്റും. അങ്ങനെ എല്ലാം മനസ്സിലായെങ്കിൽ ഈ പ്രോഗ്രാം കോപ്പി ചെയ്തിട്ട് കൊളാബിൽ കൊണ്ടിടുക കേട്ടോ. കഴിഞ്ഞ ദിവസം എഴുതിയ സീരിയൽ ലൂപ്പിന്റെ താഴെയായിട്ട് പ്ലസ് കോഡ് അടിച്ച് ഈ കോഡ് അവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഡൺ എന്നടിക്കൂ, DONE. അങ്ങനെ ചെയ്ത് കഴിഞ്ഞവർ ഡൺ എന്നടിക്കൂ. ഓക്കെ, ദേവിക കഴിഞ്ഞു. ബാക്കിയുള്ളവർ ഫാസ്റ്റ് ആയിട്ട് ചെയ്തേ. ഓക്കെ, വെരി ഗുഡ്. ഇനി കഴിയാത്തവരൊന്ന് ഫോട്ടോ എടുത്തോളൂ കേട്ടോ. കഴിയാത്തവരൊന്ന് ഫോട്ടോ എടുത്തോ. ഓക്കെ, വെരി ഗുഡ്. മാറ്റുവാണേ. യെസ്. ഇനി ഇതിന്റെ അതിന്റെ തീവ്രത ഒന്ന് മനസ്സിലാക്കിക്കും. ഞാൻ ഇവിടെ ഒരു ബില്യൺ സ്റ്റെപ്സ് പെർ സെക്കൻഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ ഈ ബിഗ് ഓഫ് എൻ എന്താന്നൊക്കെ ഒന്ന് ഒരു പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റ് ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തതാ. 1 ബില്യൺ സ്റ്റെപ്സ്. ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാ. 100 ക്രോർ അല്ലേ? 100 ക്രോർ അല്ലേ 1 ബില്യൺ? 100 ക്രോർ. 100 ക്രോർ സ്റ്റെപ്സ് പെർ സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഇൻപുട്ട് എന്നിന്റെ സൈസ് 100 ഇട്ട് കൊടുത്താൽ, ഫോർ എക്സാമ്പിൾ ഇൻപുട്ട് എന്നിന്റെ സൈസ് 100 ഇട്ട് കൊടുത്തു. ഒരാൾ എഴുതിയ പ്രോഗ്രാമിന്റെ ടൈം കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് എൻ, അത് 0.10 മൈക്രോ സെക്കൻഡ് അത് എക്സിക്യൂട്ട് ചെയ്യും. അതേ ആള് വേറൊരു പ്രോഗ്രാം എഴുതി, അല്ല വേറൊരാള് അതിന് അതേ പ്രോബ്ലത്തിന് വേറൊരു പ്രോഗ്രാം എഴുതി, അതിന്റെ ടൈം കോംപ്ലക്സിറ്റി n log n ആണെങ്കിൽ അത് 0.66 മൈക്രോ സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യും. അതേ പ്രോബ്ലത്തിന് വേറൊരാൾ n സ്ക്വയറിലാണ് എഴുതിയേക്കുന്നതെങ്കിൽ 10 മൈക്രോ സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യും. അതേ പ്രോബ്ലത്തിന് വേറൊരാൾ n ക്യൂബിലാണ് എഴുതിയേക്കുന്നതെങ്കിൽ 1 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യും. n⁻⁴ ആണെങ്കിൽ 100 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യും. n⁻⁻10 ആണെങ്കിൽ 3171 വർഷം എക്സിക്യൂട്ട് ചെയ്യും. 2n ആണെങ്കിൽ 4 × 10⁻13 വർഷം എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഈ ടൈം കോംപ്ലക്സിറ്റിയുടെ കോംപ്ലിക്കേഷൻ. നിങ്ങൾ ആ ഒരു n ക്യൂബിന്റെ മുകളിലോട്ട് ഈ സാധനം പോയി കഴിഞ്ഞാൽ അത് വർഷങ്ങളോളം എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറും. അത് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം പ്രോഗ്രാം കറക്റ്റ് അല്ലേ? 10 ലൈൻ മതി. 2n നമ്മൾ ചെറിയൊരു 10 ലൈൻ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ഒരു 50 ഇൻപുട്ട് 100 ഇൻപുട്ട് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ 100 ഇൻപുട്ട് സൈസ് 100, എന്നിന്റെ സൈസ് 100 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ 4 × 10⁻13 വർഷങ്ങൾ, എത്രയോ വർഷങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും. അപ്പം നമുക്ക് നമ്മുടെ ക്യാമ്പസ് പ്ലേസ്മെന്റ്സിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പനികളിൽ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടൈം കോംപ്ലക്സിറ്റി ഉണ്ടാവും. അപ്പൊ അവർ വലിയ ഇൻപുട്ട് ഒക്കെ കൊടുക്കുമ്പോൾ ടൈം ലിമിറ്റ് എക്സീഡ് എറർ എന്ന് വരും. അപ്പൊ അവരിപ്പോ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ ഈ പ്രോബ്ലം n log n എഴുതണമെന്നാണെങ്കിൽ നമ്മൾ അങ്ങനെ എഴുതണം. എന്നിലാണ് എഴുതണമെങ്കിൽ ഒപ്റ്റിമം ആയിട്ട് n ആണെങ്കിൽ എങ്ങനെ എഴുതണം? എന്നിൽ എഴുതേണ്ട ഒരു സാധനം നമ്മൾ n സ്ക്വയറിൽ എഴുതി കഴിഞ്ഞാൽ ലീഡ് കോഡിലൊന്നും അത് വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ടൈം കോംപ്ലക്സിറ്റിയെ മനസ്സിലാക്കി ഒപ്റ്റിമം ആയിട്ട് എഴുതുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ലൂപ്പ്, ഈ ലൂപ്പും കൂടെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. നിങ്ങൾ ഓൾറെഡി ഇരിക്കുന്ന ലൂപ്പിനെ മോഡിഫൈ ചെയ്താൽ മതി. ആ ഫോർ ലൂപ്പൊക്കെ സെയിമാ. ബാക്കിയൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഇതിനൊന്ന് സെറ്റപ്പ് ആക്കി വെച്ച് പൈത്തൺ ട്യൂട്ടറിൽ ഒന്ന് എഴുതി കഴിഞ്ഞേ. എഴുതിയോ? ഇരിക്കുന്ന കോഡ് എടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് പൈത്തൺ ട്യൂട്ടറിൽ തന്നെ മോഡിഫൈ ചെയ്താൽ മതി. എന്നിട്ട് അവസാനം ചെയ്ത് കഴിഞ്ഞിട്ട് കൊളാബിൽ സേവ് ചെയ്ത് വെക്കുക കേട്ടോ. ഈ കോഡ് ഇങ്ങനെ ആക്കിയെങ്കിൽ ഒന്ന് എസ് അടിക്കും, പെട്ടെന്ന് എസ് അടിക്കും.
പൈത്തൺ ടോട്ടൽ എഴുതിക്കോ. കഴിഞ്ഞാ? സ്പീഡി അടിക്കണം കേട്ടോ. ഫോർ ഐ ഇൻ റേഞ്ച് 1 to n+1. അടുത്ത് അകത്ത് ആ ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ ഇതിങ്ങനെ പോവും. ഇതിങ്ങനെ പോവും, ഇതിങ്ങനെ കറങ്ങുന്നു, ഇതിങ്ങനെ കറങ്ങുന്നു. കഴിഞ്ഞോ? ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് ഇപ്പം പ്രിന്റ് അടുപ്പിച്ചത് എങ്ങനെയായിരിക്കും? ഇങ്ങനെ ആയിരിക്കും അല്ലേ? ഇവിടെ ഒരു സ്റ്റാർ, ഇവിടെ ഒരു സ്റ്റാർ, ഇവിടെ ഒരു സ്റ്റാർ, ഇവിടെ ഒരു സ്റ്റാർ, ഇങ്ങനെ ആയിരിക്കും അടിച്ചിട്ടുണ്ടാവുക അല്ലേ? ഇങ്ങനെ ആയിരിക്കും അടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് പാറ്റേൺ പ്രിന്റിങ്ങിന്റെ ഒക്കെ ഒരു ബേസ് ആണ്. ഐ എന്ന് പറയുന്ന ഔട്ടർ ലൂപ്പ് ഐ എവിടുന്ന് എവിടം വരെ ഓടുന്നു? 1 മുതൽ n 4 ആയതുകൊണ്ട് ഐ 1 മുതൽ 4 വരെ ഓടുന്നു അല്ലേ? ഐ 1 മുതൽ 4 വരെ ഓടുന്നു. ഓരോ ഐക്കും ജെ 1 മുതൽ 4 വരെ ഓടുന്നു. ശരിയാണല്ലോ? ഐ ഇതാണ് സ്റ്റാർട്ട്, സ്റ്റോപ്പ്. സ്റ്റോപ്പിന് അനുസരണ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ n+1 കൊടുത്തേക്കുന്നത്. ഓക്കെ. ഓരോ ഐക്കും ജെ 1 മുതൽ ജെയുടെ സ്റ്റാർട്ട്, ജെയുടെ സ്റ്റോപ്പ്. ഓക്കെ. അപ്പൊ ബേസിക്കലി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ എണ്ണുക എന്നുള്ള ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഈ പ്രിന്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറയാവോ? എന്ത് സംഭവിച്ചു? ചെയ്ത് നോക്കിക്കേ. ആ പ്രിന്റ് അങ്ങ് ഡിലീറ്റ് ചെയ്തേ. ഇപ്പൊ എന്താണ് ഔട്ട്പുട്ട്? എന്തോന്നു? സിംഗിൾ ലൈനിൽ സ്റ്റാർസ് സിംഗിൾ ലൈനിൽ എത്ര സ്റ്റാർ വന്നു? ഇത് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുന്നേ? ഇത് ഒരു തവണ, ഇത് n തവണ, ഇത് ഇത് എത്ര തവണ ഈ ഫോർ ലൂപ്പ്? ഓരോ ഐക്കും ജെ ഫുൾ എക്സിക്യൂട്ട് ചെയ്യത്തില്ലേ? 4 4 × 4 അല്ലേ? n² അല്ലേ? n എന്ന് പറഞ്ഞാൽ 4. n² തവണ ഇത് എക്സിക്യൂട്ട് ചെയ്യത്തില്ലേ ഈ ലൈൻ? യെസ്. ഈ ലൈനോ n² തവണ എക്സിക്യൂട്ട് ചെയ്യും അല്ലേ? ഓക്കെ. നിങ്ങൾ എന്താ ഇപ്പൊ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ n² തവണ ഈ പ്രിന്റ് എക്സിക്യൂട്ട് ചെയ്താൽ n-ന്റെ വാല്യൂ 4, 4² എത്രയാ? 16 തവണ ഈ പ്രിന്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ശരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കിക്കോ കേട്ടോ. 16 സ്റ്റാർ അടിക്കുന്നത് ഒറ്റ ലൈനിൽ 16 സ്റ്റാർ അടിക്കുന്നത് ഒരേ ലൈനിൽ അടിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് മാജിക് ഒന്നും ഇല്ല. ഐ 1 മുതൽ 4 വരെ കൗണ്ട് ചെയ്യുന്നു. ഓരോ ഐക്കും ജെ 1 മുതൽ 4 വരെ കൗണ്ട് ചെയ്യുന്നു. കൗണ്ട് ചെയ്യുന്ന ഓരോ സമയത്തും സ്റ്റാർ അടിക്കുന്നു. കൗണ്ട് ചെയ്യുന്ന ഓരോ നമ്പറിനും സ്റ്റാർ അടിക്കുന്നു. മൊത്തം 16 തവണ ഈ ജെ ലൂപ്പ് കറങ്ങും. അപ്പൊ ഓരോ തവണയും സ്റ്റാർ അടിക്കും. അപ്പം ഇവിടെ ഈ പ്രിന്റ് ആണ് ബുദ്ധി കളിക്കുന്നത്. അതായത് ആ പ്രിന്റ് എന്താ ചെയ്യുന്നത്? ജെ 1 മുതൽ 4 വരെ എണ്ണിക്കഴിഞ്ഞാൽ അതിനുശേഷം നമ്മളൊരു സാധാരണ പ്രിന്റ് കൊടുത്താൽ ഇവിടെ നിൽക്കുന്ന കേഴ്സറിന് എന്ത് പറ്റുമെന്ന് അറിയാവോ? ഇവിടെ നിൽക്കുന്ന കേഴ്സർ താഴോട്ടിറങ്ങി വരും, ഇവിടെ എത്തും. ഓക്കെ. ഇവിടെ മുകളിൽ നിൽക്കുന്ന കേഴ്സർ താഴോട്ട് ഇറങ്ങും. അങ്ങനെ അതായത് ഇവിടെ നിൽക്കുന്ന കേഴ്സർ ഇപ്പൊ ഈ സ്റ്റാർ അടിച്ചിട്ട് ഇവിടെ നിൽക്കുന്ന കേഴ്സർ, ആ കേഴ്സർ താഴോട്ടിറങ്ങും. ബുദ്ധിപൂർവ്വം ആ കേഴ്സറിനെ താഴോട്ടിറക്കിയിട്ട് അടുത്തായി 2 ആവും. വീണ്ടും ഇവിടുന്ന് പ്രിന്റ് അടിച്ച് ഇവിടെ എത്തും. വീണ്ടും ഈ ചുമ്മാ ഒരു പ്രിന്റ് കൊടുത്ത കേഴ്സർ താഴോട്ടിറങ്ങും. അപ്പൊ അയാളാണ് ബുദ്ധിമാൻ, ഇവനാണ് ബുദ്ധിമാൻ. ഓരോ റോയും നമുക്ക് ആവശ്യമുള്ള അത്രയും പ്രിന്റ് അടുപ്പിച്ചു. ഇതെല്ലാം എണ്ണിയാണ് പ്രിന്റ് അടുപ്പിക്കുന്നത്. എണ്ണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർ ലൂപ്പ്
ഐ 1 മുതൽ n വരെ എണ്ണുന്നു. അത് റോ കൗണ്ടിങ്ങിനാ. ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? റോ കൗണ്ടിങ്. ഇതെന്ത്? ഈ ലൂപ്പ് എന്തിനാ ഉപയോഗിക്കുന്നത്? കോളം കൗണ്ടിങ്. ഓക്കെ, കോളം കൗണ്ടിങ്. ഓക്കും ജെ ഫുള്ള് കറങ്ങുന്നു, ന്യൂ ലൈൻ അടിക്കുന്നു. ഈ ഇപ്പൊ സാധാ വെറും പ്രിന്റിനകത്ത് കണ്ടന്റ് ഒന്നും ഇല്ലാതെ കൊടുത്ത കേസർ അവിടെ നിന്ന് താവട്ടിറങ്ങും. ഇനി ഇതെന്താ എം ഡി സ്ട്രിങ് കൊടുത്തത്? അവിടെ ഇത് കൊടുത്തില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാവോ? ഇത് കൊടുത്തില്ല, ഇത് കൊടുക്കാതെ ഈ പ്രിന്റും കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ചെയ്ത് നോക്കിക്കേ. ഈ എൻഡ് കൊടുക്കാതെ ഈ പ്രിന്റും കൊടുക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിച്ചു? താഴത്തോട്ടേക്ക് 16 പ്രാവശ്യം. താഴത്തോട്ടേക്ക് വരും അല്ലേ? നമുക്ക് ഞാൻ കാണിച്ചു തരാൻ നോക്കിക്കോളൂ. ഇതിപ്പോ നിങ്ങൾ ഈ പ്രിന്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ 16 4 into 4 16 അല്ലേ? 16 സ്റ്റാർ നിരത്തി വരും. എക്സിക്യൂട്ട് ചെയ്യാൻ സമയം എടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, കണ്ടോ? 16 സ്റ്റാർ നിരന്ന് വന്നു. ഇനി അതല്ല, നിങ്ങൾ ഈ എൻഡ് അങ്ങ് എടുത്തു വിട്ടു. ഈ എൻഡ് അങ്ങ് എടുത്തു വിട്ടാൽ എന്ത് സംഭവിക്കും? 16 സ്റ്റാർ താഴോട്ട് വന്നു. അതെന്തുകൊണ്ടാ? ഓരോ പ്രിന്റും കഴിഞ്ഞാൽ കേസറെ നീ താഴോട്ട് പോടാന്നാണ് ഗേർഡോ ആൻഡ്രൂസിന് എഴുതി വെച്ചേക്കുന്നത്. അതിനെ നമ്മൾ ഓവർ റൈറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ പ്രിന്റും കഴിഞ്ഞ് നീ താഴോട്ട് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രിന്റിന്റെ ഒരു സ്റ്റാർ പ്രിന്റ് അടിച്ചിട്ട് നീ താഴോട്ട് പോകണ്ട. അങ്ങനെയാണ് ഒരു സ്റ്റാർ പ്രിന്റ് അടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. നീ ഒരു സ്പേസ് അവിടെ ഇട്ട് കൊടുത്താൽ ഓരോ സ്റ്റാറും കഴിഞ്ഞ് റോ വൈസ് തന്നെ വരും, ഇടയിലെല്ലാം സ്പേസ് വരും. നീ ഇവിടെ സ്പേസ് ഇട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? റോ വൈസ് വരും, ഒരു സ്പേസും വരത്തില്ല, പക്ഷെ കേസർ താഴോട്ട് പോകത്തില്ല. ഓക്കെ, ഇനി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടണം. ഏത്? 4 കൊടുത്താൽ ഇവിടെ ഓരോ 4 റോ 4 കോളം കിട്ടണം. ഓക്കെ, അങ്ങനെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? കോളം വൈസ് 4 എണ്ണിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്തു? ആ ഫോർ ലൂപ്പിന്റെ അടിയിൽ ചുമ്മാ ഒരു പ്രിന്റ് അങ്ങ് കൊടുക്കും. ചുമ്മാ ഒരു പ്രിന്റ് കൊടുക്കുമ്പോൾ കോളം എണ്ണിക്കഴിഞ്ഞാൽ ഉടനെ കേസർ താഴോട്ടിറങ്ങും. അങ്ങനെയാണ് ആ ഷേപ്പ് കിട്ടുന്നത് അവിടെ. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്തുള്ള ബുദ്ധി എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഔട്ടർ ലൂപ്പിന് ബുദ്ധിയൊന്നുമില്ല. ഔട്ടർ ലൂപ്പ് ചുമ്മാ റോകളൊക്കെ എണ്ണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇന്നർ ലൂപ്പും ഈ പ്രിന്റ് അടിയും ഈ ന്യൂ ലൈനുമാണ് ഈ ഷേപ്പ് വരുത്തുന്നത്. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എനിക്ക് ഇവിടെ ഒരു സ്റ്റാർ, ഇവിടെ ഒരു സ്റ്റാർ, ഇവിടെ ഒരു സ്റ്റാർ, ഇവിടെ ഒരു സ്റ്റാർ, ഇങ്ങനെ വരുത്തണം. അതിന് ഈ കോഡ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഒന്ന് വരുത്തി കഴിഞ്ഞിട്ട് ഡണ്ണ് അടിച്ചോളൂ. ബാക്കി എഴുതേണ്ട എന്താന്ന് വെച്ചാൽ എഴുതിക്കോ, എന്നിട്ട് ഡണ്ണ് അടിക്കും. ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫാസ്റ്റായിട്ട് ട്രൈ ചെയ്തേ. ഔട്ടർ ലൂപ്പ് ഔട്ടർ ഐ ഇതാണ് കേട്ടോ. സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റെപ്പ് ഐ 1 2 3 4. ഓരോ ഐക്കും ജെ ഫുള്ള് കറങ്ങും. ജെ 1 2 3 4. അപ്പൊ ഐയും ജെ ഒക്കെ നമുക്കുണ്ട്. ഇവിടെ താഴോട്ട് ഇറങ്ങാനായിട്ട് ചുമ്മാ ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നിങ്ങൾ എന്ത് എഴുതണം? പറഞ്ഞിട്ട് എഴുതിക്കോ. എന്താ ചെയ്യണ്ടേ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു എന്താ ചെയ്യണ്ടേ? If I is equal to j. ഇപ്പൊ നിങ്ങൾ ചുമ്മാ പ്രിന്റ് സ്റ്റാർ ഇപ്പൊ ഇതുപോലെ കൊടുത്താ ഈ സാധനം ഇങ്ങനെ ഈ ലൈനം കൊടുത്താൽ എന്ത് സംഭവിക്കും? ചുമ്മാ പ്രിന്റ് സ്റ്റാർ കൊടുത്താൽ നേരത്തെ അതേ സാധനം പ്രിന്റ് അടിക്കും. നമുക്ക് ഇവിടെ എല്ലായിടത്തും സ്റ്റാർ പ്രിന്റ് അടിപ്പിക്കണോ? ഇവിടെ സ്റ്റാർ പ്രിന്റ് അടിപ്പിക്കണ്ടല്ലോ. ഇത് നിങ്ങൾ ചുമ്മാ കയറി പ്രിന്റ് സ്റ്റാർ എന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കും? പ്രിന്റ് സ്റ്റാർ കോമ എൻഡ് ഈക്വൽ ടു എം ഡി സ്ട്രിങ് എന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കും? എന്നിട്ട് ഇവിടെ ഒരു ന്യൂ ലൈൻ കൊടുത്താൽ ഇതെല്ലാം കംപ്ലീറ്റ് സ്റ്റാർ വരും. എനിക്ക് എല്ലായിടത്തും സ്റ്റാർ വേണ്ടല്ലോ. വേണ്ട. എപ്പോഴൊക്കെ മാത്രം മതി സ്റ്റാർ? പറയാമോ? എപ്പോഴൊക്കെ മാത്രം മതി സ്റ്റാർ? ഐയും ജെയും ഈക്വൽ ആവുമ്പോൾ മാത്രമല്ലേ സ്റ്റാർ അടിക്കണ്ടേ? ശരിയല്ലേ? I1 J1, I2 J2, I3 J3, I4 J4. ശരിയല്ലേ? ഐയും ജെയും ഈക്വൽ ആവുമ്പോൾ മാത്രം എന്ത് ചെയ്താൽ മതി? സ്റ്റാർ അടിച്ചാൽ മതി. അപ്പൊ നമുക്കൊരു കണ്ടീഷൻ എഴുതാം. എന്താ കണ്ടീഷൻ? ഇഫ് I equal to J, I equal to J ആണെങ്കിൽ എന്താണ്?
പ്രിന്റ് സ്റ്റാർ കോമ എൻഡ് ഈക്വൽ ടു എം ഡി സ്ട്രിങ്. ഓക്കെ, ഇങ്ങനെ എഴുതി. എന്നിട്ട് ഈ 4ന്റെ നേരെ നമ്മൾ എഴുതി ന്യൂ ലൈൻ, പ്രിന്റ് ന്യൂ ലൈൻ. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്താ വന്നതെന്ന് പറയാമോ? ഇപ്പൊ നിങ്ങൾക്ക് ലെഫ്റ്റ് ഡയഗണലിൽ ഇങ്ങനെ വന്നോ? ഇല്ല, താഴത്തേക്ക് നേരെ നേരെ വന്നേക്കുന്നു. ആ, നിങ്ങൾക്ക് ഇപ്പം വന്നിരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. ഇവിടെ സ്റ്റാർ, ഇവിടെ സ്റ്റാർ, ഇവിടെ സ്റ്റാർ, ശരിയല്ലേ? പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച അതല്ലല്ലോ. നമ്മൾ എന്താ, ഐയും ജെയും ഈക്വൽ ആവുമ്പം ഇവിടെ അല്ലേ സ്റ്റാർ വരേണ്ടത്? അത് കമ്പ്യൂട്ടറിന് അറിയില്ലല്ലോ. നിങ്ങൾ അവിടെയാണ് സ്റ്റാർ വരുത്താൻ ഉദ്ദേശിച്ചതെന്നൊന്നും അറിയത്തില്ലല്ലോ. അത് എണ്ണുമാണ്. നിങ്ങൾ കേഴ്സറിനെ മാറ്റി കൊടുക്കണം. കേഴ്സറിനെ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്താൽ മാത്രമേ കേഴ്സർ മാറത്തുള്ളൂ. നോക്കിയോ, ഇവിടെ നിൽക്കുന്ന കേഴ്സർ, ഇത് ഈ പടം എന്ന് പറയുന്നത് മെട്രിക്സ് ഒന്നും അല്ല. കേഴ്സറിന്റെ മൂവ്മെന്റ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന പടമാണ് കേഴ്സറിന്റെ മൂവ്മെന്റ്. ഓക്കെ, I1ഉം J1ഉം ആവുമ്പോൾ കേഴ്സർ ഇവിടെ ആയിരിക്കും നിൽക്കുക. ഓക്കെ ആണല്ലോ? നിങ്ങൾ ഈ കോഡ് എഴുതി വെച്ചേക്കുന്നില്ലേ, ഈ 5 ഈക്വൽ ടു ജെ, I1 J1, അത് I ഈക്വൽ ടു ജെ ആണല്ലോ. അപ്പം ആ സ്റ്റാർ ഇവിടെ പ്രിന്റ് അടിക്കും. ഓക്കെ ആണല്ലോ? യെസ്. എന്നിട്ട് ഈ ലൂപ്പ് ഇങ്ങനെ കറങ്ങുക. അടുത്തത് J2 ആവും, I1 J2. അപ്പൊ നമ്മുടെ കണ്ടീഷൻ സെറ്റ് ആവത്തില്ല. കേഴ്സർ എവിടെ തന്നെ ആയിരിക്കും, കേഴ്സർ ഇവിടെ തന്നെ നിൽക്കുക. ഓക്കെ, അടുത്ത I1 J3 ആവും. കേഴ്സർ മാറിയിട്ടില്ല. കേഴ്സർ മാറണമെങ്കിൽ നിങ്ങൾ അവിടെ എന്തെങ്കിലും പ്രിന്റ് അടുപ്പിക്കണം. അവിടെ എന്തെങ്കിലും പ്രിന്റ് അടുപ്പിച്ചാലേ കേഴ്സർ മാറത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. രണ്ട് രീതിയിലെ കേഴ്സർ മാറത്തുള്ളൂ. ഒന്നുകിൽ അവിടെ എന്തെങ്കിലും പ്രിന്റ് അടുപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ന്യൂ ലൈനോ എന്തെങ്കിലും പറഞ്ഞിട്ട് താഴോട്ട് പോടാന്ന് പറയണം. അല്ലെങ്കിൽ കേഴ്സർ അവിടെ തന്നെ നിൽക്കും, ചുമ്മാ മാറത്തില്ല. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ കേഴ്സർ അവിടെ തന്നെ നിൽക്കുവാണേ. I1 J2 കണ്ടീഷൻ മീറ്റ് ആയില്ല, കേഴ്സർ അവിടെ തന്നെ നിൽക്കും. I1 J3 കേഴ്സർ മാറത്തില്ല. I1 J4 ഒന്നും പ്രിന്റ് അടിക്കുന്നില്ല, കേഴ്സർ മാറത്തില്ല. ഓക്കെ, ഇനി ജെ ലൂപ്പ് കഴിഞ്ഞാൽ ഈ പ്രിന്റ് കാണുന്നത് കൊണ്ട് കേഴ്സർ എങ്ങോട്ട് ഇറങ്ങും, താഴോട്ട് ഇറങ്ങും. ഇപ്പൊ ഇവിടെ നിൽക്കുവാണേ, ഇവിടെ നിൽക്കുക. ഇപ്പം I എന്തായി, I2 ആയി. I2 J വീണ്ടും 1 മുതൽ മാറാൻ തുടങ്ങും. I2 J1, 2ഉം 1ഉം ഈക്വൽ ആണോ? അല്ല. അടുത്ത കേഴ്സർ മാറത്തില്ല. നിങ്ങൾ വിചാരിക്കരുത് ഇത് ഈക്വൽ അല്ല, കേഴ്സർ ഇങ്ങോട്ട് മാറുമെന്ന്. കേഴ്സർ മാറത്തില്ല. ഓക്കെ, കേഴ്സർ അവിടെ തന്നെ നിൽക്കുക. I2 J2 ഈക്വൽ ആയപ്പം കേഴ്സർ നിൽക്കുന്നിടത്ത് പ്രിന്റ് അടുപ്പിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ആ സ്റ്റാർ ഇവിടെ അടിക്കുന്നത്. മനസ്സിലായോ? യെസ്. ഇനി I2 J3 ഒന്നും പ്രിന്റ് അടിക്കത്തില്ല. അപ്പൊ കേഴ്സർ ഈ സ്റ്റാർ പ്രിന്റ് അടുപ്പിച്ചുകൊണ്ട് ഇവിടുന്ന് അടുത്തടുത്തോട്ട് മാറി നിൽക്കും. അത് പ്രിന്റ് അടുപ്പിച്ചാൽ തൊട്ടടുത്തോട്ട് മാറി നിൽക്കും. I2 J3 പ്രിന്റ് അടിക്കത്തില്ല. I2 J4 പ്രിന്റ് അടിക്കത്തില്ല. പിന്നെ ഈ പ്രിന്റ് കാണുമ്പോൾ താഴോട്ട് ഇറങ്ങും. താഴോട്ട് എന്തായാലും ഇറങ്ങും ഈ പ്രിന്റ് കാണുമ്പോൾ. ഇതാണ് അവിടുത്തെ പ്രശ്നം. ഓക്കെ, ഇനി അടുത്ത I3 ആയി. J വീണ്ടും 1, 2, 3 എണ്ണം തുടങ്ങി. കേഴ്സർ ഇവിടെ നിൽക്കുവാണേ. I3 J1 സെയിം അല്ല. I3 J2 സെയിം അല്ല. I3 J3 കേഴ്സർ ഒന്നും മാറത്തില്ല. കേഴ്സർ ഇവിടെ തന്നെ നിൽക്കുന്നിടത്ത് അടിക്കും. I3 J3 എണ്ണിയിട്ട് സ്റ്റാർ ഇവിടെ അടിക്കും. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെങ്കിൽ റിസൾട്ട് ചെയ്യും. അപ്പം ഇത് മൂവ് ചെയ്യത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി അതിനെ ഒന്ന് സെറ്റാക്കാൻ നമ്മൾ ഇനി എന്ത് ചെയ്യും? ഇത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ സ്റ്റാർ ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ ഒരു ലൈനിലാണ് വരുന്നത്. നമുക്ക് അങ്ങനെ ലൈനിലല്ല, നമുക്ക് ലെഫ്റ്റ് ഡയഗണലിൽ ഫുള്ള് സ്റ്റാർ വേണം. അപ്പൊ എന്ത് ചെയ്യടാ, പറഞ്ഞോ, എന്ത് ചെയ്യാം? ഐയും ജെയും ഈക്വൽ ആകുമ്പോൾ നിങ്ങൾ പ്രിന്റ് അടിക്കണമെന്ന് പറഞ്ഞു. ഈക്വൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈക്വൽ അല്ലെങ്കിൽ കേഴ്സറിനോട് ഒന്ന് മൂവ് ചെയ്യാൻ പറയണം. എന്നാലല്ലേ ആക്ച്വലി അത് മൂവ് ചെയ്ത് നിൽക്കത്തുള്ളൂ. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന കേഴ്സർ, ഇത് രണ്ടും ഈക്വൽ അല്ലല്ലോ. ഈ കേഴ്സറിനോട് മൂവടാ എന്ന് പറഞ്ഞാൽ ഇല്ല ഉള്ളൂ, അത് മാറി ഇവിടെ വന്ന് നിൽക്കത്തുള്ളൂ. അന്നേരം ഐയും ജെയും ഈക്വലായി. അന്നേരം സ്റ്റാർ ഇവിടെ അടിക്കുമല്ലോ, അടിക്കും. പിന്നെ അടുത്ത കേഴ്സർ ഇവിടെ വന്ന് നിൽക്കും. ഇവിടെ നിൽക്കുന്ന കേഴ്സറിനെ മൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ വന്ന് നിൽക്കും. ഓക്കെ, അപ്പം ഐയും ജെയും ഈക്വൽ ആണെങ്കിൽ സ്റ്റാർ പ്രിന്റ് അടിക്കണം. ഈക്വൽ അല്ലെങ്കിലോ എൽസ്, അല്ലേ? എൽസ് എന്ത് ചെയ്യണം? ഒരു സ്പേസ് ഇടണം. ഒരു സ്പേസ് കൊടുക്കുക കേട്ടോ. ഒരു സ്പേസ് ഇടണം. എൻഡ് ഈക്വൽ ടു എം ഡി സ്ട്രിങ്. ഇപ്പം വർക്കായിട്ടുണ്ടാവും. വർക്കായോ നോക്കിക്കേ.
ഇപ്പൊ വർക്കായോ? വർക്കായെങ്കിൽ എസ് എന്ന് അടിക്കൂ. ലെഫ്റ്റ് ഡയഗണൽ സ്റ്റാർ വന്നല്ലോ. പൈത്തന്റെ കൂട്ടറിൽ ഇട്ടിട്ട് നെക്സ്റ്റ് 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 എന്ന് അടിച്ചാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ നടക്കുന്നത് കേട്ടോ. മനസ്സിലായെങ്കിൽ ഒരു എസ് അടിച്ചോളൂ. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇതാണ് നമ്മൾ പറഞ്ഞ കോഡ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ കോഡ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റാർ വരുത്തും, ഇവിടെ സ്റ്റാർ വരുത്തും, ഇവിടെ സ്റ്റാർ വരുത്തും, ഇവിടെ സ്റ്റാർ വരുത്തും. നിങ്ങൾ അതിനെ മോഡിഫൈ ചെയ്തിട്ട് എന്താക്കണം? ഇവിടെ സ്റ്റാറും ഇവിടെയും കൂടെ സ്റ്റാർ വരുത്തണം. ഇവിടെ സ്റ്റാർ, ഇവിടെ സ്റ്റാർ, ലെഫ്റ്റ് ഡയഗണൽ റൈറ്റ് ഡയഗണൽ സ്റ്റാർ വരണം. ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഡൺ എന്ന് അടിച്ചേ. ആ കോഡ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഡൺ എന്ന് അടിക്കും. ലെഫ്റ്റ് ഡയഗണലും വരണം, റൈറ്റ് ഡയഗണലും വരണം. എന്ത് ചെയ്യും? നിങ്ങൾ ഈ ലെഫ്റ്റ് ഡയഗണൽ എങ്ങനെയാ വരുത്തിയത്? അൺമ്യൂട്ട് ചെയ്ത് പറയടാ. ലെഫ്റ്റ് ഡയഗണൽ എങ്ങനെ വരുത്തി? ഇതെങ്ങനെയാ നിങ്ങൾ കണ്ടുപിടിച്ചേ? ഇങ്ങനെ ഒരു സാധനം എന്ത് റിലേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ കണ്ടുപിടിച്ചത് ഇങ്ങനെ ലെഫ്റ്റ് ഡയഗണൽ വരുമെന്ന്? ലെഫ്റ്റ് ഡയഗണലിൽ ജെന്റെയും ഐന്റെയും വാല്യൂ സെയിം ആയിരുന്നു. അതാണ്, നിങ്ങൾ ഈ നമ്പർ നോക്കി. I1 J1 അവിടെ സ്റ്റാർ വേണം. I2 J2 അവിടെ സ്റ്റാർ വേണം. I3 J3 അവിടെ സ്റ്റാർ വേണം. I4 J4 അവിടെ സ്റ്റാർ വേണം. നിങ്ങൾ അത് നോക്കി കണ്ടുപിടിച്ചതല്ലേ? അതുപോലെ മറ്റേതും കൂടെ നോക്കി കണ്ടുപിടിക്കുക. ഒബ്സർവേഷനാ. എന്താണ് കണ്ടീഷൻ? ഇവിടെയും കൂടെ ഇങ്ങനെ വരണമെങ്കിൽ നോക്കിക്കോളൂ, ഞാൻ പറയാം. ഈ ഐയും ഈ ജെയും കൂടെ കൂട്ടുമ്പം എത്രയാ? സ്റ്റാർ വരേണ്ട അടുത്ത് റൈറ്റ് ഡയഗണലിൽ സ്റ്റാർ വരേണ്ട അടുത്ത് I1 J4 എത്രയാ? രണ്ടും കൂടെ കൂട്ടുമ്പോ എത്രയാ? 5 അല്ലേ? I2 J3 രണ്ടും കൂടെ കൂട്ടുമ്പോ എത്രയാ? 5. I3 J2 അത് രണ്ടും കൂടെ കൂട്ടുമ്പോ എത്രയാ? 5. I4 J1 അത് രണ്ടും കൂടെ കൂട്ടുമ്പോ എത്രയാ? 5. അപ്പൊ നമ്മുടെ ഒബ്സർവേഷൻ എന്താ? ഐയും ജെയും കൂട്ടുമ്പം എന്ത് കിട്ടണം? ഐയും ജെയും കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? 5 എന്ന് പറയരുത്. 5 എന്ന് പറഞ്ഞാൽ ആ ഒറ്റ പാറ്റേൺ മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. എന്നെ എനിക്ക് 6 കൊടുക്കാം, എന്നെ 10 കൊടുക്കാം, എന്ത് വേണേലും കൊടുക്കാം. അപ്പം ഈ 5ന് എന്നുമായിട്ടുള്ള ബന്ധം എന്താ? n-1. അപ്പൊ ഇവിടെ എന്ത് ആഡ് ചെയ്യണം? ഇഫ് I ഈക്വൽ ടു ജെ ഓർ, അല്ലെ? ഓർ അതല്ലെങ്കിൽ എന്താണ്? I പ്ലസ്, അല്ലെ? I പ്ലസ് ജെ ഈസ് ഈക്വൽ ടു എന്താണ്? n+1. ശരിയല്ലേ? I പ്ലസ് ജെ ഈസ് ഈക്വൽ ടു n+1. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ലെഫ്റ്റ് ഡയഗണലും റൈറ്റ് ഡയഗണലും കിട്ടും. സ്പേസ് കൊടുക്കണം കേട്ടോ. ഇവിടെയൊക്കെ സ്പേസ് ഉണ്ടേ. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. കിട്ടിയോ? കിട്ടിയെങ്കിൽ ഒരു ഡൺ എന്ന് വെച്ചേ. ലെഫ്റ്റ് ഡയഗണലും റൈറ്റ് ഡയഗണലും കിട്ടിയോ? ഓക്കെ, വെരി ഗുഡ്. ബാക്കിയുള്ളവർ ഫാസ്റ്റായിട്ട് എഴുതൂ. ഓക്കെ, അങ്ങനെ കിട്ടിയവർ എന്ത് ചെയ്യണമെന്നറിയോ? കിട്ടിയവര് ഇങ്ങനത്തെ പടം ഉണ്ടാക്കാൻ ശ്രമിച്ചേ. കിട്ടിക്കഴിഞ്ഞവര് ഇങ്ങനെ ഉണ്ടാക്കണം. ഇവിടെ സ്റ്റാർ, ഇവിടെ സ്റ്റാർ, ഇവിടെ സ്റ്റാർ, ഇവിടെ സ്റ്റാർ. അതായത് ബൗണ്ടറിയിലെല്ലാം സ്റ്റാർ. ഒരു സ്ക്വയർ ബോക്സ് വരണം, ബൗണ്ടറിയിലെല്ലാം സ്റ്റാർ, നടുക്കൊന്നും വേണ്ട. N 10 കൊടുത്താൽ 10 റോയും 10 കോളവും ഉള്ള ഒരു ബോക്സ് വരണം, അതിന്റെ ബൗണ്ടറിയിലെല്ലാം സ്റ്റാർ വരണം. ഇതിപ്പോ N എത്രയാ? ഇത് N ഈക്വൽ ടു
n ഈക്വൽ ടു 4-ൻ്റെയാ. n ഈക്വൽ ടു 4-ന് ഇവിടെ എല്ലാം സ്റ്റാർ വരണം. അപ്പൊ ഈ കോഡിൽ എന്ത് മോഡിഫിക്കേഷൻ? ഈ ഇഫ് മാത്രം മോഡിഫൈ ചെയ്താൽ മതി. ഇഫ് ബാക്കി എല്ലാം സെയിമാ. ഇഫ് മാത്രം മോഡിഫൈ ചെയ്തിട്ട് കിട്ടിയവർ ഒരു എസ് അടിച്ചേ നോക്കട്ടെ. ഇഫ് മാത്രം ഇഫ് മാത്രം എന്ത് ചെയ്യുക, മോഡിഫൈ ചെയ്തിട്ട് ആൻസർ കിട്ടിയവർ ഒരു എസ് അടിച്ചോളൂ. വെരി ഗുഡ്. ദേവികയ്ക്ക് കിട്ടി. ബാക്കിയുള്ളവർ ഫാസ്റ്റ് ആയിട്ട് ചെയ്തേ. ദേവിക, നികിത, വെരി ഗുഡ്. എന്താ നമ്മുടെ ഒബ്സർവേഷൻ? ഇതെന്തൊക്കെ മാറ്റാം? ഇഫ് മാത്രം മോഡിഫൈ ചെയ്താൽ മതി. എന്താ നമ്മുടെ ഒബ്സർവേഷൻ നോക്കിക്കേ. I1 ആവുമ്പോ ഒക്കെ സ്റ്റാർ അല്ലേ? I1 ആവുമ്പോഴൊക്കെ സ്റ്റാർ. ഓക്കെ, ഫൈൻ. പിന്നെന്താ? ഈ I4 എന്ന് പറഞ്ഞാൽ n ആണ്. IN ആവുമ്പോഴൊക്കെ സ്റ്റാർ കണ്ടോ? IN ആവുമ്പോഴൊക്കെ സ്റ്റാർ. ഇനി J1 ആവുമ്പോഴൊക്കെ സ്റ്റാർ കണ്ടോ? ഇനി JN ആവുമ്പോഴൊക്കെ സ്റ്റാർ കണ്ടോ? അപ്പൊ 4 കണ്ടീഷൻ എന്തൊക്കെയാ? ഇഫ് I ഈക്വൽ ടു 1 ഓർ I ഈക്വൽ ടു n ഓർ J ഈക്വൽ ടു 1 ഓർ J ഈക്വൽ ടു n അല്ലേ? ശരിയല്ലേ? വർക്കൗട്ട് ആവണോ നോക്കിക്കേ, പെട്ടെന്ന് എഴുതിക്കേ. അപ്പൊ ഇവിടെ എല്ലാം സ്റ്റാർ വരും. വർക്കാവുന്നില്ലേ? പൈത്തന്റെ കൂട്ടിലിട്ടിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കരുത്. നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മൾ പ്രോഗ്രാമർ ആവില്ല. ഞാൻ നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ ശ്രമിക്കുവാണ്. നിങ്ങൾ അതുപോലെ അതിനനുസരിച്ച് ചെയ്യണം കേട്ടോ. വെറുതെ നോക്കിയിരിക്കരുത്. മൊബൈൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാമർ ആവാൻ പറ്റില്ല. ഓക്കെ ആണോ? ഞാൻ ഈ പറയുന്ന പ്രോബ്ലംസ് എല്ലാം ചെയ്താൽ നിങ്ങൾക്ക് നല്ല ലോജിക്ക് ബിൽഡ് ആവും. അത്യാവശ്യം നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ചെയ്യണം. ഓക്കെ ആയോ? ഓക്കെ ആയെങ്കിൽ ഒരു എസ് അടിച്ചോളൂ എല്ലാവരും. n ഈക്വൽ ടു 4 ആണേ. ഓക്കെ ആണോ? കോഡിൽ ആ ഇഫ് മാത്രമേ ഞാൻ മാറ്റിയിട്ടുള്ളൂ, വേറെ ഒന്നും മാറ്റിയിട്ടില്ലേ. ബാക്കി എല്ലാം സെയിം ആണേ. ഇഫ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്കൊരു കമ്പനിയുടെ ക്വസ്റ്റ്യൻ ആ ചെയ്യണ്ടേ. കമ്പനിയുടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു ടെസ്റ്റ് ഡോസ് തരാം. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞോ എല്ലാവരും? കഴിഞ്ഞവരൊക്കെ ഒരു വൈ എന്ന് അടിച്ചേ. എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ? മനസ്സിലായോ? കൊളാബിൽ ഡയറക്റ്റ് ഇട്ടാൽ ഇതൊന്നും മനസ്സിലാകത്തില്ല. പൈത്തന്റെ കൂട്ടിലിട്ടിട്ട് നെക്സ്റ്റ് 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 എന്ന് അടിക്കുമ്പോൾ ഓരോ സ്റ്റെപ്പിലും എന്താ നടക്കുന്നതെന്ന് അതിങ്ങനെ പടം വരച്ച് കാണിച്ചു തരും. എന്നിന്റെ വാല്യൂ മാറുന്നു, ഐയുടെ വാല്യൂ മാറുന്നു, ജെയുടെ വാല്യൂ മാറുന്നു. അതെല്ലാം റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. പിന്നെ ക്വസ്റ്റ്യൻ മാറ്റുവാണേ. ക്വസ്റ്റ്യൻ മാറ്റുവാണ്. അപ്പൊ ആ കണ്ടീഷൻ I ഈക്വൽ ടു 1, I ഈക്വൽ ടു n, J ഈക്വൽ ടു 1 എല്ലാം ഓർ ആണ്, ആൻഡ് അല്ല. ഏതെങ്കിലും ഒന്ന് ശരിയായ അപ്പൊ തന്നെ അവിടെ കൊണ്ട് സ്റ്റാർ ഇടും കേട്ടോ. സ്റ്റാർ ഇടാത്ത സ്ഥലങ്ങളിലെല്ലാം സ്പേസ് ഇടണം. ഇപ്പൊ നിങ്ങൾ ഇത് കൊടുത്തില്ലായിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? ഇവിടെ ഇത്ര അടിക്കും, എന്നിട്ട് ഈ സ്റ്റാർ ഇവിടെ അടിക്കും, ഈ സ്റ്റാർ ഇവിടെ അടിക്കും, ഇതിങ്ങനെ അടിക്കും കണ്ടോ? ഇത് കൊടുക്കാതിരുന്ന് നോക്ക്, എൽസ് പാർട്ട് കൊടുക്കാതിരുന്ന് നോക്ക്, കേസർ മൂവ് ചെയ്യത്തില്ല. ഈ സ്റ്റാർ ഇവിടെ അടിക്കും, ഈ സ്റ്റാർ ഇവിടെ അടിക്കും, മറ്റേത് ലൈൻ ഫുൾ അടിക്കും. മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരുന്നു. അതൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പനിയുടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഫൈൻ. ഇതാണ് ആ ക്വസ്റ്റ്യൻ.
ഇൻപുട്ട് 4 കൊടുക്കുന്നു. എനിക്ക് ഔട്ട്പുട്ട് ഇങ്ങനെ വേണം. ഒന്ന് പ്രിന്റ് അടുപ്പിക്കാൻ പറ്റും. 4 കൊടുത്താൽ 4 റോ 4 കോളം പ്രിന്റ് അടുപ്പിക്കണം. 4 റോ 4 കോളത്തിലാണ് വരേണ്ടത്. അതുകൊണ്ടാണ് i = 1 to n. ഓക്കെ, j = ആ ഐയും ജെയും വെച്ചിട്ട് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് 4 റോ മെട്രിക്സ് മാതിരി ആക്കാൻ പറ്റും. ഇവിടെ കാരണം 4 എണ്ണം കഴിഞ്ഞിട്ടാണ് കേസറിനെ ഞാൻ താഴോട്ടിറക്കുന്നത്. ഓക്കെ, പ്രിന്റ് വെച്ചേക്കുന്നത് കേസറിനെ താഴോട്ടിറക്കാനാണ്. ഇനി ഇവിടെ എന്ത് എഴുതണമെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിക്കും. ഇവിടെ എന്ത് എഴുതണം? ഒരു 2-3 മിനിറ്റ്സ് തരാം, ഫാസ്റ്റ് ആയിട്ട് എഴുതിക്കോളൂ. ഈ ഔട്ട്പുട്ടിൽ വരുന്നത് സ്റ്റാർ അല്ല, 0 1 2 3 4 5 6 7 8 9. 9 കഴിഞ്ഞാൽ വീണ്ടും 0 1 2 3 4 5 6 7 8 9. 9 കഴിഞ്ഞാൽ വീണ്ടും 0 1 2 3 4 5 6 7 8 9. ഇങ്ങനെ വരണം. എന്ത് ചെയ്യും? നിങ്ങളുടെ ഐഡിയ പറഞ്ഞിട്ട് ചെയ്തോ. ഐഡിയ പറഞ്ഞോ, എന്താ ചെയ്യണ്ടേ? പൈത്തൺ ട്യൂട്ടറിൽ ചെയ്യും കേട്ടോ. ഒരു കൗണ്ട് ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൗണ്ട് പ്രിന്റ് അടുപ്പിച്ചാലോ? സ്റ്റാർ പ്രിന്റ് അടുപ്പിക്കുന്നതിന് പകരം കൗണ്ട് പ്രിന്റ് അടുപ്പിച്ചാലോ? നടക്കൂടാ? പ്രിന്റ് കൗണ്ട് എന്ന് അടിച്ചാലോ? നടക്കുവോ? പ്രിന്റ് കൗണ്ട് വരുമ്പോ 11 12 അങ്ങനെ വരില്ല. 9 കഴിഞ്ഞ് വീണ്ടും 0 1 2. അപ്പൊ അതിന് എന്ത് ചെയ്യും നമ്മള്? പ്രിന്റ് കൗണ്ട് പ്രിന്റ് അടുപ്പിച്ചിട്ട് കേസർ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ അല്ലേ? ഇവിടെ എല്ലായിടത്തും ഒരു സ്പേസ് ഇല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? end = സ്പേസ് കൊടുക്കാം അല്ലേ? end = സ്പേസ് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് എന്താ സംഭവിച്ചേ? ഇപ്പൊ ഇതെന്താ പ്രിന്റ് അടിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും അടിക്കുക. 0 തുടങ്ങിയില്ലേ? 0 0 0 0 0 എന്ന് അടിക്കും. ഇനി എന്ത് ചെയ്യടാ? ഇതിപ്പോ ഇങ്ങനെ അടിക്കും. 0 0 0 0 0 0 0 0 0 0. ഇനി എന്ത് ചെയ്യും? കൗണ്ട് കൂട്ടണം. ആദ്യം 0 പ്രിന്റ് അടുപ്പിച്ചിട്ട് ഇതിങ്ങനെയല്ലേ കറങ്ങുന്നത്? ഈ ഫോർ ലൂപ്പ് ഇങ്ങനെ കറങ്ങുന്നു, ഈ ഫോർ ലൂപ്പ് ഇങ്ങനെ കറങ്ങുന്നു. ഇന്നർ ഫോർ ലൂപ്പ് ഫുള്ള് കറങ്ങും, എന്നിട്ട് ഔട്ടർ ഫോർ ലൂപ്പ് ഒന്ന് മാറും, പിന്നെ ഇന്നർ ഫോർ ലൂപ്പ് ഫുള്ള് കറങ്ങും. അപ്പം കൗണ്ട് ചുമ്മാ പ്രിന്റ് അടുപ്പിച്ചുകൊണ്ടിരുന്ന കൗണ്ട് 0 മാറുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഒന്ന് പ്രിന്റ് അടുപ്പിച്ചിട്ട് ഇതെന്താക്കണം? 1 ആക്കണ്ടേ? അപ്പൊ കൗണ്ട് ഒന്ന് ഇൻക്രീസ് ചെയ്യണം അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? കൗണ്ട് ഈ പുതിയ കൗണ്ട് പഴയ കൗണ്ട് +1. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്താ അടിക്കുന്നേ? ഇവിടെ 2 അല്ലേ? 2 3 കറക്റ്റായിട്ട് വരുന്നില്ലേ? ഇത്രയും അടിച്ചിട്ട് ഈ പ്രിന്റ് ആണ് അടുത്ത ഐയിലോട്ട് പോകുന്നതിന് മുന്നേ കേസറിനെ താഴോട്ടിറക്കുന്നത് കേട്ടോ. ഇവിടെ നിൽക്കുക കേസർ, അതായത് നമ്പർ അടിച്ചിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് അങ്ങോട്ട് മാറി നിൽക്കുക, അവനൊക്കെ താഴോട്ടിറക്കും. അപ്പൊ കറക്റ്റായിട്ട് അടുത്ത പ്രാവശ്യം കൗണ്ട് 4 വരും അല്ലേ? 4 5 6 7 8 9. 9 കഴിഞ്ഞിട്ട് എന്ത് വന്നു? 10 വന്നു. 10 11. അങ്ങനെയാണോ വരണ്ടേ? അങ്ങനെയാണോ വരേണ്ടത്? ഇവിടെ 9 കഴിഞ്ഞിട്ട് 10 ആണോ? അല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ചില സമയത്ത് ഈ നമ്പറുകളെയൊക്കെ ഇങ്ങനെ കറക്കേണ്ടി വരും. അതായത് 0 1 2 3 up to 9, പിന്നെ കറങ്ങി വീണ്ടും 0 വരണം. ABCD up to Z. അടുത്തത് വേറെ അടുത്ത ആസ്കി വാല്യൂ വരും, വേറെ എന്തെങ്കിലുമൊക്കെ സിമ്പിൾസ് ഒക്കെ വരും. അതിന് പകരം നമ്മൾ വീണ്ടും A വരണം. ഇങ്ങനെയൊക്കെ ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഐഡിയ ഉപയോഗിക്കാം. എന്താണെന്നറിയോ? മോഡുലസിന്റെ ഐഡിയ ഉപയോഗിക്കാം. നോക്കിക്കോളൂ കേട്ടോ, ഞാൻ പറയാം, നോക്കിക്കോളൂ. ഇവിടെ 0 mod 3 എത്രയാടാ? ഇത് ഞാൻ പറയുന്ന നമ്പർ എല്ലാം പറയാം. 0 mod 3, 1 mod 3, 2 mod 3, 3 mod 3, 4 mod 3, 5 mod 3, 6 mod 3, 7 mod 3. ഇതിങ്ങനെ താഴോട്ട് പോവാ. ഇതിന് എല്ലാത്തിന്റെ ആൻസർ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ലോജിക്ക് കിട്ടും. പറഞ്ഞോ. 0 mod 3 എത്രയാ? 0യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എത്രയാടാ? 0. 1 mod 3 എത്രയാ? 1. 1 mod 3 എന്ന് പറഞ്ഞാൽ 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അപ്പൊ റിമൈൻഡർ 1.
2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ 2. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ 0. 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ 1. 5നെ 3 കൊണ്ട് റിമൈൻഡർ 2. 3ന് 0. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ 0. ഇതുണ്ടോ സൈക്കിളായിട്ട് വരുന്നുണ്ടോ? 7 ഡിവൈഡ് ബൈ റിമൈൻഡർ 1. കണ്ടോ? 0 1 2 0 1 2 0 1 2 കണ്ടോ? അപ്പം ശരിക്കും നിങ്ങൾക്ക് 3 കൊണ്ട് ഒരു നമ്പറിനെ കീപ്പ് ഓൺ, എത്ര വലിയ നമ്പർ ആയിക്കോട്ടെ, 3 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ ആ നമ്പർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തനുസരിച്ച് 0 1 2 വരെ വരും. 3 എന്തായാലും വരത്തില്ല. ഓക്കെ, 10 കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്താൽ ഇങ്ങനെ നിങ്ങൾ 0 മുതൽ 0 മോഡ് 10, 1 മോഡ് 10, 2 മോഡ് 10, 3 മോഡ് 10, 9 മോഡ് 10, 10 മോഡ് 10, പിന്നെ 11 മോഡ് 10. നിങ്ങൾ ഇങ്ങനെ വലിയ വലിയ നമ്പറുകളെല്ലാം 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് വിടുവാണെങ്കിൽ അതിന്റെ റിമൈൻഡർ എവിടെ നിന്ന് എവിടം വരെ ഓടത്തുള്ളൂ? 0 to 9 വരെ ഓടത്തുള്ളൂ. 3 കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരുന്ന റിമൈൻഡർ 0 മുതൽ 2 വരെ വരത്തുള്ളൂ. കണ്ടോ? 0 മുതൽ 2 വരെ. പിന്നെ അടുത്ത ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് വീണ്ടും 0 മുതൽ 2 വരെ, വീണ്ടും 0 മുതൽ 2 വരെ. കമ്പ്യൂട്ടർ സയൻസുകാരാണെങ്കിൽ ഇത് നമ്മൾ നമ്മുടെ ലീനിയർ ക്യൂ ഇല്ലേ, ലീനിയർ ക്യൂ, സർക്കുലർ ക്യൂ ഇല്ലേ, സർക്കുലർ ക്യൂ ആൻഡ് ലീനിയർ ക്യൂ. അതിനകത്ത് സർക്കുലർ ക്യൂവിന്റെ ലോജിക്ക് ഇതാണ് അല്ലേ? റിയർ ഈക്വൽ ടു റിയർ പ്ലസ് 1 മോഡ് അരയുടെ സൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ സർക്കുലർ ക്യൂ കറങ്ങി വരാൻ വേണ്ടി വീണ്ടും 0th ഇൻഡെക്സ് വരാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഡാറ്റാ സ്ട്രക്ചറിൽ. ഓക്കെ, ആ ഐഡിയ ഇവിടെ ഉപയോഗിച്ചുവിടെടാ. 0 മുതൽ 9 വരെ കഴിഞ്ഞിട്ട് 10 വരുന്നതിന് പകരം നമുക്ക് എന്ത് വരണം? 0 എന്ന് വരണം. അപ്പൊ നമ്മൾ എന്ത് വെച്ച് മോഡ് ചെയ്യണമായിരുന്നു? പുതിയ കൗണ്ട് ഈസ് ഈക്വൽ ടു പഴയ കൗണ്ട് പ്ലസ് 1. പറ, പ്ലസ് 1 പ്ലസ് 1 മോഡ് 9 ആണോ? മോഡ് 9 ആണെങ്കിൽ 0 to 8 വരെ വരത്തുള്ളൂ. മോഡ് 9 ആണെങ്കിൽ 0 to 8 വരെ വരത്തുള്ളൂ. നമുക്ക് എന്താ വരണ്ടേ? 0 to 9 വരെ വരണ്ടേ? അപ്പൊ എന്ത് കൊടുക്കണം? എന്ത് കൊടുക്കണോ? അല്ലേ? അപ്പൊ കൗണ്ട് ഇങ്ങനെ കൂടി 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 കൗണ്ട് 9 വരെ സേഫ് ആയിരിക്കും. 10 മോഡ് 10 എന്ന് പറഞ്ഞാൽ 10നെ 10 കൊണ്ട് ഡിവൈഡ് റിമൈൻഡർ വീണ്ടും 0 ആയി പോകും. ഓക്കെ അല്ലേ? വീണ്ടും 0 ആവും. ഇപ്പൊ കിട്ടിയോ നിങ്ങൾക്ക് ആൻസർ? സാർ അവിടെ ലൂപ്പ് ഇട്ട് കൊടുത്താ ശരിയാവില്ലേ? എവിടെ? ഇഫ് കൗണ്ട് ഈസ് ഈക്വൽ ടു ലൈക്ക് ഈസ് ഈക്വൽ ടു 10 then കൗണ്ട് ഈസ് ഈക്വൽ ടു 0 അങ്ങനെയും കൊടുത്താ പറ്റും. അത് നല്ല ഐഡിയ ആണ്. അങ്ങനെയും പറ്റും കേട്ടോ. കൗണ്ട് 10 ആണെങ്കിൽ വീണ്ടും കൗണ്ട് എന്തിലേക്ക് മാറ്റുക? 0 ആയിട്ട്. അതിനേക്കാളും കുറച്ചുകൂടെ ക്ലാസിക് ആയിട്ടുള്ള ലോജിക്ക് ഇതാണ് കേട്ടോ. നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ലോജിക്ക് ഇതാണ്. നിങ്ങൾ ഇത് പഠിച്ചോ? ഇത് എല്ലാ സ്ഥലങ്ങളിലും കാണും ഇങ്ങനെ ഒരു ലോജിക്ക്. അല്ലാതെ നീ പറഞ്ഞ രീതിയിലും ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ സർ. 0 മുതൽ 99 വരെ കറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? മോഡ് 100 കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? യെസ്, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി കമ്പനിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഇത് എല്ലാവരും ചെയ്തല്ലോ അല്ലേ? എല്ലാവരും ചെയ്തു. ഈ ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് കിട്ടി അല്ലേ? ഇനി കമ്പനിയിൽ ചോദിച്ച ചോദ്യം ഇങ്ങനെയല്ല. കമ്പനിയിൽ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്. ഈ കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം, അതായത് ഇപ്പോഴത്തെ ഫൈനലൈസേഷൻ അല്ല, അതിന് മുന്നത്തെ വർഷം മിറ്റ്സോഗോ എന്ന് പറഞ്ഞ കമ്പനിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇൻപുട്ട് 4 ഇങ്ങനെ വരണം ഔട്ട്പുട്ട്. എന്താ നേരത്തെ ഇത് തമ്മിൽ എന്താ വ്യത്യാസം? 1 2 3 4 5 6 7 8 9 10 11 12 സ്നേക്ക് മെട്രിക്സ് ആണ്. സ്നേക്ക് മെട്രിക്സ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും 1 2 3 4 വരെ പ്രിന്റ്, ഇത് ഇങ്ങനെ 1 2 3 4 വരെ പ്രിന്റ് അടുപ്പിച്ചിട്ട് കേസറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാവുന്നു. കേസറിന് ഒരിക്കലും അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. കേസറിനെ ഒന്നുകിൽ ഇവിടെ നിൽക്കുന്ന കേസറിനെ നിങ്ങൾക്ക് ന്യൂ ലൈൻ അടിച്ച് ഇവിടെ കൊണ്ടുവരാം. ഒരിക്കലും ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഇത് പറ്റില്ല. അപ്പൊ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? പറഞ്ഞോ, എന്ത് ചെയ്യും? കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഈ കൗണ്ട് തന്നെ ഉപയോഗിക്കുന്നത്, ബാക്കി ഐയും ജെയും ഒക്കെ കറക്റ്റ് ആണ്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, ഇത് മെട്രിക്സ് ആയിട്ട് ആദ്യം റെപ്രസെന്റ് ചെയ്യുക. 1 2 3 4 അല്ലേ? പിന്നെ 5 6 7 8 9 10 11 12 13 14 15
16. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. എന്ത് കാര്യം നിങ്ങൾക്ക് മനസ്സിലായത്? ഐ ഓടാവുമ്പം അല്ലേ, ഐ ഓടാവുമ്പം ഈ കൗണ്ട് കൂടി 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 പോവില്ലേ? യെസ്. ഐ ഈവൻ ആവുമ്പം കൗണ്ട് കുറഞ്ഞു 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 വരുമല്ലേ? യെസ്. പിന്നെ ഐ ഓടാവുമ്പോൾ കൗണ്ട് കൂടി 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 വരുമല്ലേ? യെസ്. ഐ ഈവൻ ആവുമ്പോൾ കൗണ്ട് കുറഞ്ഞു 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 വരുമല്ലേ? യെസ്. അതാണ് ഐ ഓടാവുമ്പോൾ എന്ത്, ഇത് ഓടിന്റെ. ഓക്കെ, ഓടാവുമ്പോൾ ഐ ഈവൻ ആവുമ്പോൾ. ആ, ഇനി നിങ്ങൾ എഴുതി കണ്ടുപിടിച്ചേ. കിട്ടിയെങ്കിൽ ഒരു എസ് അടിച്ചോളൂ. ഒരു ഇൻപുട്ടും കൂടെ തരാം, ഞാൻ നോക്കിക്കോ. ഒരു ഇൻപുട്ടും കൂടെ തരാം. നിങ്ങൾ ഇങ്ങനെ 1 2 3 4 വരെ അടിച്ചു. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ 1 2 3 4 വരെ അടിച്ചു, ഇവിടെ വരെ അടിച്ചു. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ വരാൻ സാധ്യതയുള്ള നമ്പറിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 4 നിന്നുകൊണ്ട് 8 കാൽക്കുലേറ്റ് ചെയ്യണം. 5 നിന്നുകൊണ്ട് 9 കാൽക്കുലേറ്റ് ചെയ്യണം. 12 നിന്നുകൊണ്ട് 16 കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ്? ഈ 4 8 തമ്മിൽ എന്താണ് ബന്ധം? 5 9 തമ്മിൽ എന്താണ് ബന്ധം? 12 16 തമ്മിൽ എന്താണ് ബന്ധം? എന്താണ് ബന്ധം? ആ 4 എവിടുന്നാ? ഈ എൻ അല്ലേ? എൻ ആണ് അല്ലേ? അപ്പൊ നമ്മൾ ന്യൂ ലൈൻ പോകുന്നതിന് മുന്നേ, ഇതല്ലേ നമ്മുടെ ന്യൂ ലൈൻ, ഇവിടം വരെ എത്തിക്കഴിഞ്ഞ് കേസറിനെ താഴോട്ട് ഇറക്കാൻ വേണ്ടിട്ടല്ലേ ഈ പ്രിന്റ് കൊടുത്തേക്കുന്നത്. ആ പ്രിന്റ് അടുത്ത ഐ വരുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? പുതിയ കൗണ്ട് ഈസ് ഈക്വൽ ടു അല്ലെ, പുതിയ കൗണ്ട് ഈസ് ഈക്വൽ ടു പഴയ കൗണ്ട്. പഴയ കൗണ്ട് എന്ന് പറഞ്ഞാൽ 4 ആണ്. പഴയ കൗണ്ട് പ്ലസ് എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? എൻ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഓരോ റോയിൽ എത്തുമ്പോഴും അതിന്റെ സ്റ്റാർട്ടിങ് നമ്പർ കിട്ടും. അതായത് നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും. 1 കിട്ടും, ഓക്കെ, 1 കിട്ടും, 8 കിട്ടും, 9 കിട്ടും, 16 കിട്ടും. ഇനി ഐ ഓഡ് ആണെങ്കിൽ കൗണ്ട് കൂട്ടി കൂട്ടി പോവുക, ഐ ഈവൻ ആണെങ്കിൽ കൗണ്ട് കുറച്ച് കുറച്ച് വരിക. ചെയ്തോ ചെയ്തോ. ഐ ഓഡ് ആണെങ്കിൽ കൗണ്ട് കൂട്ടി പോവുക, ഐ ഈവൻ ആണെങ്കിൽ കൗണ്ട് കുറച്ച് കുറച്ച് വരിക. കറങ്ങി വരാനുള്ള ലോജിക്ക് നിങ്ങൾ ഇപ്പൊ എഴുതണ്ട, അത് പിന്നെ നോക്കിയാൽ മതി. കറങ്ങണ്ട. ഏത് 0 1 2 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയാൽ മതി. നിങ്ങൾ തിരിച്ച് കുറക്കിക്കൊണ്ട് വരണ്ട കേട്ടോ. അതിനെ കുറിച്ച് ആലോചിക്കണ്ട ഇപ്പൊ, മോഡിനെ കുറിച്ച് കേട്ടോ. എന്താ ചെയ്യണ്ടേ പറഞ്ഞോ, നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയ പറഞ്ഞോ. ഇവിടെ ഒരു കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 ഞാൻ എഴുതിയിട്ടുണ്ട്, എൻ. കാരണം അറ്റത്തെത്തുമ്പം അടുത്ത ബിഗിനിങ്ങിന്റെ നമ്പർ കണ്ടുപിടിക്കാനാ. ഈ ഫോർ ലൂപ്പ് ഇങ്ങനെ കറങ്ങുന്നു. ഈ ഫോർ ലൂപ്പ് ഇത്രയും കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് കൺട്രോള് അടുത്ത ഐയിലോട്ട് പോകുന്നത്. ഈ ജെ ലൂപ്പ് ഇവിടം കൊണ്ട് കഴിയും. ഇഫ് എൽസ് കഴിഞ്ഞിട്ട് ജെ ലൂപ്പ് കഴിഞ്ഞു, അത് ഇങ്ങനെ കറങ്ങും. പ്രിന്റ് കൗണ്ട് കൊടുത്താൽ മതിയോ? പ്രിന്റ് എന്താണ്? കൗണ്ട് കോമ എൻഡ് ഈക്വൽ ടു സ്പേസ് ഉണ്ടല്ലോ നമ്പറിന്റെ ഇടയിലൊക്കെ, എൻഡ് ഈക്വൽ ടു സ്പേസ് മതിയോ? ഐ ഓടാവുമ്പം 1 പ്രിന്റ് അടിക്കണം, സ്പേസ് ഇടണം, അങ്ങോട്ട് മാറിയിക്കണം. അടുത്ത പ്രാവശ്യം തിരിച്ചു വരുമ്പോഴും ഐ ഓട് തന്നെയല്ലേ? അപ്പം കൗണ്ട് മാറ്റി കൊടുക്കണ്ടേ? കൗണ്ട് മാറ്റി കൊടുക്കണം. അപ്പൊ എങ്ങനെ കൊടുക്കാം? കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 അല്ലേ? ഇനി ഐ ഈവൻ ആവുമ്പോ എന്ത് ചെയ്യണം? ഐ ഈവൻ ആവുമ്പം സ്റ്റാർട്ടിങ് കൗണ്ട് നമുക്ക് എന്തായാലും കിട്ടും. പിന്നെ കുറച്ച് 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 പോകണം അല്ലേ? ഇത് കമ്പനി ചോദിച്ചതാട്ടോ. സ്റ്റാർട്ടിങ് കൗണ്ട് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, കുറച്ച് 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 പോകണം അല്ലേ? ഇവിടെ കൂട്ടി 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 പോകണം അല്ലേ? അപ്പൊ നമ്മൾ എന്താ എഴുതുന്നത്? പ്രിന്റ് കൗണ്ട് പ്ലസ് n മൈനസ് കൗണ്ട്
end equal to empty string അല്ല സ്പേസ്. ആ കൗണ്ട് ഈക്വൽ ടു കൗണ്ട് -1 കൊടുത്താൽ മതിയോ? ഐ ഓഡ് ആവുമ്പോൾ കൗണ്ട് കൂട്ടി കൂട്ടി പോണം, ഐ ഈവൻ ആവുമ്പോൾ കൗണ്ട് കുറച്ച് കുറച്ച് വരണം. വർക്കായോ? വർക്കായോ? വർക്കായില്ലല്ലോ. തെറ്റ് വന്നില്ലേ നിങ്ങക്ക്? എവിടെയാ തെറ്റ് വന്നേ? എവിടെ തെറ്റ് വന്നേ? ഈ 8 വരെ എന്തടിച്ചു? 9 അടിച്ചു. കാരണം എന്താ? ഈ 4 എത്തിയപ്പം നിങ്ങൾ ഈ 4 അടിച്ചല്ലോ, പ്രിന്റ് 4 അടിച്ചു. 4 അടിച്ചപ്പോ ഉടനെ തന്നെ നിങ്ങൾ കൗണ്ട് കൂട്ടിയില്ലേ? കൗണ്ട് കൂട്ടി. ഇപ്പൊ എവിടെയാ കൗണ്ട് ഇരിക്കുന്നത്? 5-ലല്ലേ? ആ 5 അല്ലെ? 5ന്റെ കൂടെ, ആ 5ന്റെ കൂടെ n കൂട്ടിയാൽ 5 4 9. അതുകൊണ്ടാണ് 9 വരുന്നത്. അവിടെയാണ് ആ മിസ്മാച്ച് വരുന്നത്. മനസ്സിലായില്ലേ? ഇനി അതിനെ എങ്ങനെ ഓവർകം ചെയ്യൂടാ? ആരെങ്കിലും ചെയ്തു കഴിഞ്ഞോ? യെസ് എന്നടിക്കൂ. കറക്റ്റ് ആയിട്ട് വന്ന സാറേ, കിട്ടി. യെസ് എന്നടിക്കൂ. കിട്ടിയാ? കൗണ്ട് ഈസിക്കൽ ടു കൗണ്ട് -1 എൽസിന്റെ താഴെ എഴുതിയപ്പോ കിട്ടി. ആ അതായത് കൗണ്ട് പ്രിന്റ് അടിക്കുന്നതിന് മുന്നേ, ഈ കൂടിപ്പോയതല്ലേ പ്രശ്നമായതല്ലേ? അപ്പൊ പ്രിന്റ് അടിക്കുന്നതിന് മുന്നേ കൗണ്ട് കുറച്ചിട്ട് പ്രിന്റ് അടിപ്പിച്ചാൽ മതി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാൽ മതി. ഈ ലൈനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാൽ മതി. ശരിയായോ? നികിതയാണ് ആരാ കണ്ടുപിടിച്ചത്? നികിത? അതെ. ആ 2 ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ സ്വാപ്പ് ചെയ്താൽ മതി. ഇപ്പൊ വർക്കാവുണ്ടോ? എനിക്ക് ഒന്ന് കൂടിപ്പോയതാ പ്രശ്നമായത്. നിങ്ങൾ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാക്കണം കേട്ടോ. ചുമ്മാ ബ്ലൈൻഡ് ആയിട്ട് അതും ഇതൊക്കെ മാറ്റിയിട്ടൊരു കാര്യമില്ല. എന്തുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത്? എന്താണ് നമ്മൾ ചെയ്യുന്നത്? റോക്കറ്റ് സയൻസ് ഒന്നും ഞാൻ പറയുന്നില്ല. ചുമ്മാ 5ാം ക്ലാസ്സുകാരൻ മനസ്സിലാക്കാവുന്ന പോലെ എണ്ണുക, കറങ്ങുക, ന്യൂ ലൈനിൽ പോവുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു പ്രോബ്ലം കിട്ടിയാലേ. ഇപ്പൊ ശരിയായവർക്ക് ഒന്ന് ശ്രദ്ധിച്ചേ. ഇപ്പൊ കോഡ് ഇങ്ങനെ ആയി കാണും. ഈ കോഡ് അടിച്ചാൽ പാസ്സാവും. ശരിയായോ? പാസ്സായോ? പാസ്സായാലൊക്കെ ഒന്ന് ശ്രദ്ധിക്കാവോ? പാസ്സായവരെ എസ് അടിക്കാമെങ്കിൽ മുന്നോട്ട് പോവാം കേട്ടോ. ചെറിയൊരു മോഡിഫിക്കേഷൻ കൂടെ പറഞ്ഞിട്ട് നിർത്താം. പാസ്സായവരൊക്കെ എസ് അടിച്ചോളൂ. ഇത് പൈത്തൺ ട്യൂട്ടറിൽ ഇട്ടിട്ട് നെക്സ്റ്റ് എന്ന് അടിക്കുക. അപ്പോൾ ഓരോ ലൈനിലും എന്താ സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഈ സാധനം പ്രിന്റ് അടിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പാടുണ്ടായിട്ടല്ല, ആദ്യമായിട്ട് പഠിക്കുമ്പം ഇത് ഒന്ന് മനസ്സിലായി വരാൻ ഇച്ചിരി സമയം എടുക്കും. അപ്പം വിഷ്വലൈസ് ചെയ്യാനായിട്ടാണ് ഈ pythontutor.com എടുക്കാൻ പറഞ്ഞത്. ഈ കോഡ് പൈത്തൺ ട്യൂട്ടറിൽ അടിച്ചിട്ട് നെക്സ്റ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്ന ഓരോ സ്റ്റെപ്പിലും എന്താ സംഭവിക്കുന്നതെന്ന് കാണിച്ചു തരും. കൗണ്ട് മാറുന്നത്, പ്രിന്റ് അടിക്കുന്നത് എല്ലാം കാണിച്ചു തരും. എന്നിന്റെ വാല്യൂ മാറുന്നത്, എന്നിന്റെ വാല്യൂ മാറത്തില്ല, കൗണ്ടിന്റെ വാല്യൂ മാറുന്നത് എല്ലാം കാണിച്ചു തരും. ഐയുടെ വാല്യൂ, ജെയുടെ വാല്യൂ എല്ലാം കാണിച്ചു തരും കേട്ടോ. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യനെ ഇവർക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്നറിയോ? ഇവർക്ക് ഇങ്ങനെ ചോദിക്കാം. ഈ 1 2 3 4 5 ഒക്കെ പകരം ആൽഫബറ്റ് ഇട്ടിട്ട് ചോദിക്കാം. A B C D E F G H I J K L M N O P ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഇങ്ങനെ ചോദിച്ചാൽ കോഡെല്ലാം സെയിമാ, ഇതിന്റെ സ്കെൽട്ടൺ എല്ലാം സെയിമാ.
അപ്പൊ ആൽഫബറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആസ്കി വാല്യൂന്റെ ആവശ്യം നമുക്ക് വരും. കാരണം എയുടെ കൂടെ 1 കൂട്ടിയാൽ ബി കിട്ടത്തില്ലല്ലോ. A+1 ഈസ് നോട്ട് ബി. 1ന്റെ കൂടെ 1 കൂട്ടിയാൽ 2 കിട്ടും. പക്ഷെ എയുടെ കൂടെ 1 കൂട്ടിയാൽ ബി കിട്ടത്തില്ല. കാരണം എന്താ? എ എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്, 1 എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. ഈ സ്ട്രിങ്ങും നമ്പറും കൂടെ ഒന്നും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളൊക്കെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എയുടെ ആസ്കി വാല്യൂ എന്ന് പറഞ്ഞാൽ 65. 65 ഒരു നമ്പറാ. 65ന്റെ കൂടെ 1 കൂട്ടുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി? 66. ഈ 66നെ പിടിച്ച് തിരിച്ച് ക്യാരക്ടർ ആക്കിയ എന്ത് കിട്ടും? ബി കിട്ടും. 65 ആണ് എയുടെ ആസ്കി വാല്യൂ എങ്കിൽ 66 ആയിരിക്കും ബിയുടെ ആസ്കി വാല്യൂ. അല്ലേ? എല്ലാ ക്യാരക്ടറിനും ആസ്കി വാല്യൂ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ആൽഫബറ്റിനെ പിടിച്ച് നമ്പറാക്കി അതിന്റെ കൂടെ 1 കൂട്ടിയാൽ മാത്രമേ ബി കിട്ടത്തുള്ളൂ. കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 എന്ന് പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ ഞാൻ പറഞ്ഞത്? യെസ്. അങ്ങനെ ആസ്കി വാല്യൂ ആക്കാനുള്ള സിൻടാക്സ് ആണിത് പൈത്തണിൽ. ORD ഓഫ് ക്യാരക്ടേഴ്സ് ഡബിൾ സിംഗിൾ കോട്ട്സിൽ കൊടുത്ത ഇത് 0, ഇത് O അല്ല 0. 0യുടെ ആസ്കി വാല്യൂ 48. 48ന്റെ ക്യാരക്ടർ 0യാ. അപ്പൊ ആസ്കി വാല്യൂ വെക്കാൻ ORD ഓഫ് ബ്രാക്കറ്റിൽ ആ ക്യാരക്ടർ കൊടുക്കുക. തിരിച്ച് ആസ്കി വാല്യൂവിനെ പിടിച്ച് ക്യാരക്ടർ ആക്കാൻ CHR ഓഫ് ആസ്കി വാല്യൂ കൊടുക്കുക. ORD ഓഫ് എ എന്ന് പറഞ്ഞാൽ 65. CHR ഓഫ് 65 എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എ. ORD ഓഫ് സ്മോൾ ലെറ്റർ എ എന്ന് പറഞ്ഞാൽ 97. ഇത്രയും കാണാൻ പഠിച്ച് വെച്ചേക്കണം കേട്ടോ. CHR ഓഫ് 97 എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ എ. ഓക്കെ ആണല്ലോ? യെസ്, കിട്ടിയോ? മനസ്സിലായോ? സംഭവം മനസ്സിലായോ? നോട്ട് ചെയ്ത് വെച്ചോ? ക്വസ്റ്റ്യൻ കാണിക്കട്ടെ. മോഡിഫൈഡ് ക്വസ്റ്റ്യൻ. യെസ്. ORD ഓഫ് എ ഇതൊക്കെ ഓർത്ത് നോക്കി വെച്ചോ? ORD ഓഫ് എ CHR 48 0യുടെ ആസ്കി വാല്യൂ 48, ക്യാപിറ്റൽ ലെറ്റർ എയുടെ ആസ്കി വാല്യൂ 65, സ്മോൾ ലെറ്റർ എയുടെ ആസ്കി വാല്യൂ 97. ഇതെല്ലാം ഓർത്ത് വെച്ചോ? 48, 65, 97. ഓക്കെ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ഒരൊറ്റ ലൈനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാം സെയിം ആണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കോഡ് മോഡിഫൈ ചെയ്താൽ മതി. ഈ ഒരൊറ്റ ലൈൻ മാത്രം എഴുതിയാൽ മതി. 4 ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ട്. എന്ത് ചെയ്യും? സ്നേക്ക് മെട്രിക്സ് ആണ്. ABCD EFGH IJKL MNOP. എന്ത് ചെയ്യണം? പ്രിന്റ് കൗണ്ട് അല്ല, കൗണ്ട് പ്ലസ് സംതിങ് ആണ്. എന്താ എഴുതണ്ടേ പറഞ്ഞോ? പ്രിന്റ് എന്താണ്? 65 ക്യാപിറ്റൽ ലെറ്റർ എ, അതിന്റെ 64 എടുക്കാം. 64 പ്ലസ് കൗണ്ട്. ഓക്കെ, 65 ക്യാപിറ്റൽ ലെറ്റർ എ. 64 പ്ലസ് കൗണ്ട്. ഇനിഷ്യൽ വാല്യൂ ഓഫ് കൗണ്ട് എന്താ? 1 അല്ലേ? അപ്പം 64 1 65. അതിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എത്രയാ? CHR അല്ലെ? അതിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എ അടിക്കുമല്ലോ. ക്യാപിറ്റൽ ലെറ്റർ എ അടിക്കും. കോമ end ഈക്വൽ ടു സ്പേസ്. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ താഴെയും കൂടെ അതുപോലെ പറഞ്ഞു. താഴെ അത് തന്നെയല്ലേ? പ്രിന്റ് CHR ഓഫ് 64 പ്ലസ് കൗണ്ട് കോമ end ഈക്വൽ ടു സ്പേസ്. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ എക്ക് വരെ സ്മോൾ ലെറ്റർ എ വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? സ്മോൾ ലെറ്റർ A B C D E F G H I J എന്ത് ചെയ്യണം? പറടാ. KL MNOP. ഇങ്ങനെയാണ് വരണ്ടെങ്കിൽ എന്ത് ചെയ്തേനെ? ആൻസർ കിട്ടിയാ? അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? അതിന്റെ ആസ്കി വാല്യൂ നിങ്ങൾക്ക് ഓൾറെഡി ഈ 64 എന്ന് അറിഞ്ഞിരിക്കണം. ഈ ക്യാപിറ്റൽ ലെറ്റർ ആസ്കി വാല്യൂ 65 നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ സാർ 65 നല്ലല്ലോ നിങ്ങൾ എഴുതിയത്. ഇവിടെ ഞാൻ 65 കയറി എഴുതിയാൽ എന്ത് സംഭവിക്കും?
65 കൗണ്ട് ഓൾറെഡി 1 ഉണ്ടല്ലോ, ആദ്യം തന്നെ ബി എന്ന് അടിക്കും. അങ്ങനെയല്ലല്ലോ, നമുക്ക് ആദ്യം തന്നെ എ എന്നല്ലേ അടിക്കണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾ ഈ കൗണ്ട് 0 എന്ന് തുടങ്ങണമായിരുന്നു. നമ്മളിപ്പോ കൗണ്ട് 1 എന്നല്ലേ തുടങ്ങിയേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ 64 എന്ന് എഴുതിയാലേ സെറ്റ് ആവത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് 64 എന്ന് പറയുന്ന നമ്പർ അറിയത്തില്ലെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? ഈ 64 പകരം ORD ഓഫ് എ -1 എന്ന് എഴുതണം. കിട്ടിയോ? ഈ 64 പകരം ORD ഓഫ് എ, ORD എന്ന് പറഞ്ഞാൽ എയുടെ ആസ്കി വാല്യൂ 65 -1 64. ആ -1 എന്തിനാ? കൗണ്ട് 1 ആയതുകൊണ്ടാ. -1 + 1, അപ്പൊ ആക്ച്വലി 65 വരും. 65ന്റെ ക്യാരക്ടർ ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് വരും. ഓക്കെ ആണല്ലോ? കിട്ടി? ഐഡിയ കിട്ടിയെങ്കിൽ രസം അടിച്ചോ. ബാക്കി കോഡൊക്കെ സെയിമാ. മനസ്സിലായെങ്കിൽ എസ് അടിച്ചോ. ബാക്കിയുള്ളവരൊക്കെ എന്ത് പറയുന്നു? ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ ഫൈൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരിക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം കേട്ടോ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു.